ഈ വീടിൻ്റെ ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഏകദേശം മധ്യഭാഗത്ത് നിന്നാണ് സ്റ്റെയർ ആരംഭിക്കുന്നത്. ഈ സ്റ്റെയർ ഏകദേശം ഒരു കർവ് ഷേപ്പിലാണ് മുകളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ വെട്ടിഫൈഡ് ടൈൽ വെച്ചിട്ടാണ് സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹാൻഡ് റെയിൽസ് മനോഹരമായ തേക്ക് തടി കൊണ്ട് സ്റ്റീലിൽ ക്ലാഡിങ് ചെയ്തിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. മുഴുവനായിട്ടും കണ്ടാൽ ഒരു തേക്കിൻ്റെ ഫീൽ വരത്തക്കോണം സ്റ്റേ ക്ലാഡിംഗ് ആണ്. ടഫൻ ഗ്ലാസ് വെച്ചിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ടഫൻ ഗ്ലാസ് ഏതാണ്ട് 10 mm തിക്നെസ് ഉള്ളതായ ടഫൻ ഗ്ലാസും മനോഹരമായിട്ട് മെയിൻ കിച്ചൺ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ രണ്ടായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്ക് ഒരു ചെറിയ ഹാഫ് പാർട്ടീഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിച്ചണിൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ വേണമെങ്കിലും അതിന് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഹാഫ് പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ കിച്ചൺ അവിടെ കൊടുത്തിരിക്കുന്നതിനകത്ത് സ്റ്റൗവും അതുപോലെ തന്നെ ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സബ് കിച്ചണായിട്ട് കൊടുത്തിരിക്കുന്നിടത്ത് സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് രണ്ടിടത്തുമുണ്ട്. വാളിൽ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ പച്ച തീമിൽ ഇത് മറൈൻ പ്ലൈ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ഹാൻഡിൽസും കൊടുത്തിട്ടുള്ള നിരവധിയായിട്ടുള്ള വാൾ കബോർഡ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടമിലും നിരവധിയായിട്ടുള്ള കബോർഡ്സ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ മാക്സിമം സ്റ്റോറേജ് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ടോപ്പ് ഒരു ബ്ലാക്ക് മാർബിളാണ്. അത് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അതിൻ്റെ ടോപ്പിലുള്ള മാർബിൾ ഒരുക്കിയിട്ടുണ്ട്. ഈ മുറിയിൽ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജുണ്ട്. ഒരു ടോൾ യൂണിറ്റായിട്ടുള്ള ഒരു കബോർഡുണ്ട്. പിന്നെ കോർണറായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്രിപ്പുള്ളതായ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷിലുള്ളതായ 6x3 മാർബിളാണ് ഇതിൻ്റെ തറയിൽ വെച്ചിരിക്കുന്നത്. ഇതിന് വിശാലമായ വിൻഡോസ് ഉണ്ട്. ആ വിൻഡോസ് എല്ലാം ബ്ലൈൻഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റിയാസ് നജിത ദമ്പതികൾക്ക് ഏക മകൾ ഫനയാണുള്ളത്. 5ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. അവളുടെ സുന്ദരമായ കരവിരുതുകൾക്ക് വേണ്ടിയിട്ടുള്ളതായ ടോയ്സൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കാണുന്നത്. കുട്ടികൾക്ക് ഓടി നടന്ന് കളിക്കുന്നതിനും ചാടുന്നതിനുമുള്ള ഒരു വിശാലമായ സംവിധാനങ്ങൾ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ അപ്സ്റ്റെയറിലായിട്ടൊരു എൽ ഷേപ്പിലുള്ള വിശാലമായ ഒരു ബാൽക്കണി നമുക്ക് കാണാൻ സാധിക്കും. ഈ ബാൽക്കണിയിൽ 2 സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. 2 സൈഡിൽ നിന്നും കാറ്റും വെളിച്ചമൊക്കെ പ്രവേശിക്കാൻ സാധിക്കും. ഇതിൻ്റെ
2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട്ടിൽ ആകെ 4 ബെഡ്റൂമുകളാണുള്ളത്. 2 ബെഡ്റൂമുകൾ താഴെയും 2 മേളിലും. അതിലെ മുകളിലത്തെ ഗസ്റ്റ് ബെഡ്റൂമായിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ്. ഏകദേശം 14x12 ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൻ്റെ വിൻഡോ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ബേ വിൻഡോ ആണ്. ബേ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇരിക്കുന്നത് പോലെ ഒരു ഇരിപ്പിടം സജ്ജീകരിക്കുന്നതിന് സാധിക്കും. ആ ഇരിപ്പിടത്തിന് താഴെ വശത്തായിട്ട് നമുക്ക് സ്റ്റോറേജിനുള്ള സംവിധാനങ്ങളുണ്ട്. പെട്ടികളും മറ്റ് സാധന സാമഗ്രികളുമൊക്കെ അവിടെ സൂക്ഷിക്കാൻ സാധിക്കും. ഇവിടെ ഒരു വെർട്ടിക്കൽ ബ്ലൈൻഡ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇട്ടിരിക്കുന്ന ബെഡ് എന്ന് പറയുന്നത് മറൈൻ പ്ലൈ ലാമിനേറ്റഡിൽ കസ്റ്റമൈസ് ചെയ്തെടുത്തതായിട്ടുള്ള ബെഡാണ്. പ്രൈം ബിൽഡേഴ്സിൻ്റെ ഇൻറ്റീരിയർ ടീമാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തെ കളർ തീം വ്യത്യസ്തമായ കളർ തീമാണ്. മറ്റ് റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സൈഡിൽ ഒരു ഹൈലൈഷൻ വന്നിട്ടുണ്ട്, പിങ്ക് കളറ്. മറ്റേത് ലൈറ്റ് കളറായിട്ടും കൊടുത്തിരിക്കുന്നു. ഇതിൽ ഒരു ട്യൂബ് ലൈറ്റും ഒരു ഫാൻസി ലൈറ്റും ഉണ്ട്. അത്തരത്തിൽ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഇതിൻ്റെ വിട്രിഫൈഡ് ടൈലാണ്, 2x4 വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ നിലത്ത് വിരിച്ചിരിക്കുന്നത്. നല്ല മോഡുലാർ സ്വിച്ചസും അങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് ബോർഡിൻ്റെ ഭാഗത്ത് മൊബൈലും മറ്റു കാര്യങ്ങളുമൊക്കെ വെക്കുന്നതിനുള്ള ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. കട്ടിലിനടിയിലും സ്റ്റോറേജ്. ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു വാക്കിംഗ് വാർഡ്രോബ് വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് ബാത്റൂമിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഡ്രസ്സ് ചെയ്യുന്നതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. മറൈൻ പ്ലൈ ലാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ലോങ് മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഡ്രസ്സ് ചെയ്യുന്നതിനും ഉള്ള എല്ലാ സൗകര്യങ്ങളും വിശാലമായ ഒരു ഡ്രസ്സിങ് ഏരിയയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.